ഹായ് ഓൾ, റെയിൽവേൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 2026 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കോ പൈലറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. 11,127 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെയിൽവേൻ്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ, ഈ വർഷത്തെ ആദ്യത്തെ 2026 ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ്. നോക്കിയേ, സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ 1 2026. അപ്പോൾ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ്? കുറച്ച് കൂടുതലുണ്ട് ഈ വർഷം. എത്രയാണ്? 11,127 വേക്കൻസിയാണ്. സോ നോക്കിയേ, അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വരെയാണ് ഏജ് ലിമിറ്റ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 10th പ്ലസ് ITI ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ 10th പ്ലസ് ITI ഉള്ളവർക്ക് മാത്രമല്ല, നമുക്ക് പിന്നെ അതിൽ കൂടുതൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതായത് എന്താ, നമുക്ക് 3 year ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, 10th പ്ലസ് ITI ആണ് നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 18 മുതൽ 30 വരെയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയേ, ജൂലൈ 1 2026 നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 30 വയസ്സായവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാം. അതായത് 18 മുതൽ 30 ആണ്. 30 കൂടുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഉടനെ നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 15 മെയ്യിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. റെയിൽവേൻ്റെ നമ്മുടെ കലണ്ടർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയേ, ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ റെയിൽവേ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കിയേ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അപ്പോൾ അതിൻ്റെ ഉടനെ വരുന്നതായിരിക്കും. 15 മെയ് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്താ, ടെക്നീഷ്യൻ വരും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 ഒക്കെ ഉണ്ട്. അതുപോലെ എന്താ, സെക്ഷൻ കൺട്രോളർ വരും, പിന്നെ ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ എല്ലാം നമുക്ക് ഈ വർഷത്തെ എല്ലാം കറക്റ്റ് നമ്മുടെ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നടക്കും. ഇപ്പം നമുക്ക് ഓൾറെഡി NTPC ഗ്രാജുവേറ്റിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാം വരാനുണ്ട്, പിന്നെ ഗ്രൂപ്പ് ഡിൻ്റെ എക്സാം വരാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പിന്നെയാണ് നമുക്ക് ലോക്കോ പൈലറ്റ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ലോക്കോ പൈലറ്റ് അപ്ലൈ ചെയ്യാൻ നമുക്കൊരു 5 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടീസിൽ പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്ലൈ ചെയ്യേണ്ടപ്പോഴാണ് മെയ് 15 തീയതി മുതൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, 10th പ്ലസ് ITI ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൽ കൂടുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്താ, നിങ്ങൾക്ക് 3 year ഡിപ്ലോമ അല്ലെങ്കിൽ BTech BE ഇതൊക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പിന്നെ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് ലെവൽ 2 പോസ്റ്റ് ആണ്. സാലറി 19,000, ബേസിക് പേ എന്ന് പറയുന്നത് 19,900 രൂപയാണ്. പക്ഷേ ഇതല്ല ശരിക്കും സാലറി, ഇത് ബേസിക് പേ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ DA ഉണ്ട്, അങ്ങനെ അലവൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ലോക്കോ പൈലറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ട്രാവൽ, അതായത് ഓരോ റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ കിലോമീറ്ററിനും ഇത്ര രൂപ എന്ന് വെച്ച് നമുക്ക് കിട്ടും. അതായത് ഒരു ലോക്കോ പൈലറ്റ് ഡെയിലി എത്ര കിലോമീറ്റർ ഓടിക്കും ട്രെയിൻ, അപ്പോൾ അതിനും എക്സ്ട്രാ പൈസയുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ലോക്കോ പൈലറ്റിന് മറ്റ് ജോലിനേക്കാളും എന്താ, ബേസിക് പേ ഒക്കെ ഇതാ ലെവൽ 2 ആക്കിയാൽ പറഞ്ഞാലും നമുക്കെന്താ, നമ്മുടെ ഓരോ കിലോമീറ്ററിനുമാണ് പൈസ വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ലോക്കോ പൈലറ്റിന് മന്ത്ലി സാലറി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കിയാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ CBT 1 2 സ്റ്റേജ് എക്സാമാണ്. CBT 1 നോക്കിയേ, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, സയൻസ് ഉണ്ട്, അതുപോലെ ജനറൽ അവയർനെസ്. ഇതൊക്കെയാണ് നമ്മുടെ സിലബസ്. സോ 75 മാർക്കാണ് ഉള്ളത്. ടോട്ടൽ 75 മാർക്ക് 60 മിനിറ്റാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ CBT 1. CBT 2 നമ്മുടെ ട്രേഡിൻ്റെ ക്വസ്റ്റ്യനും കൂടെ വരും. അത് 75 മാർക്കിനുണ്ട്. പിന്നെ ബാക്കി നമുക്ക് മാത്സ്, റീസണിങ്, സയൻസ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതും കൂടെ വരുന്നുണ്ട്. സോ ഇതാണ് CBT 2. CBT 1 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്താ, 11,000-ലധികം വേക്കൻസി ഉണ്ട്. നല്ലൊരു വേക്കൻസിയാണ്, നല്ലൊരു പോസ്റ്റാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള അവസരമല്ലേ കിട്ടുക, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അതിലുപരി നമുക്ക് എന്താണ്, നമ്മുടെ മറ്റ് ലെവൽ 2 പോസ്റ്റിനേക്കാളും ഇവിടെ സാലറി കൂടുതലാണ്. ബേസിക് പേ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. നമുക്കെന്താ, ഓരോ കിലോമീറ്ററുമാണ് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും. അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് മെയ് 15 മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. 15 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂൺ 14 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയുന്നത്. 10th പ്ലസ് നോക്കിയേ, 10th ക്ലാസ് പാസ് ആയിരിക്കണം. 10th സർട്ടിഫിക്കറ്റ് 10th പ്ലസ് ITI ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഇനി
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഈ എക്സാമിന് പഠിക്കാൻ, ഓക്കെ, എക്സാമിന് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾക്ക് അവസ്ഥയൊക്കെ അറിയാം, എന്താണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ട് ജസ്റ്റ് പോയിട്ട് നിങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ സൈലത്തിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. CBT 1-നുള്ള ALPൻ്റെ കോഴ്സ് ഉണ്ട്, 2999 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നോക്കിയേ, ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി മറ്റേ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് പിന്നെ മാറാം. ഓക്കെ, അപ്പോൾ ആദ്യം എൻട്രി എന്ന ലെവലിൽ നിങ്ങളൊരു ജോലി വാങ്ങുക. അപ്പോൾ ഇത് നല്ലൊരു പോസ്റ്റാണ്, ഒരുപാട് നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.